എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എവിടെ പോകുന്ന പയ്യന്നൂര് പോവുകയാണ് നമ്മൾ ഇന്ന്. അപ്പൊ ഞാനും ഏട്ടനും നിച്ചൂട്ടിയും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വണ്ടിയിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ പയ്യന്നൂർ പോയിട്ട് ചെറിയൊരു ആവശ്യമുണ്ട്. പയ്യന്നൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, എന്റെ നാട്ടിലേക്ക് പോകുന്ന ആ വഴി കുറവും പയ്യന്നൂർ വഴിയാണല്ലോ പോവുക. അപ്പൊ അവിടെ ഒരു ബാങ്കിൽ പോയിട്ട് ആവശ്യമുണ്ട്. എനിക്ക് പഴയ ഒരു അക്കൗണ്ട് ഉണ്ടായിന് ആ ബാങ്കിൽ. അതിപ്പം ഒന്നും ഇടപാടൊന്നും നടത്താത്തോണ്ട് അങ്ങനെ കിടക്കുവന്ന്. അപ്പൊ അത് വീണ്ടും ഒന്ന് നേരിട്ട് പോയിട്ട് അതൊന്ന് ആക്റ്റീവ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ ചുട്ടി? അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ലേറ്റ് ആയി. 11 മണിയായി സമയം. രാവിലത്തെ എല്ലാം കഴിഞ്ഞ് നിച്ചൂട്ടി ഉറങ്ങി എണീറ്റ് ഫുഡെല്ലാം കൊടുക്കുമ്പോ തന്നെ ഒരു സമയമായി. കള്ളിപ്പൂച്ച. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മള് പയ്യന്നൂർ എത്തിയിട്ടുണ്ടേ. പയ്യന്നൂർ ഇപ്പം എവിടെയാ വണ്ടി വെക്കുവോ എന്നാ സംഭവം ഒന്നും ഒരു ലെവലും ഒരു ഐഡിയയും ഇല്ല. 5 കൊല്ലം മുന്നേ നമ്മൾ തണ്ടി നടന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പം ഒന്നുമില്ല. എന്റെ അനിയനെ വിളിച്ചു ചോദിച്ചു വണ്ടി വെക്കാൻ എവിടെയാ പറ്റുമോ ഇപ്പം. അപ്പൊ പേ പാർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു അതിന്റെ അടുത്ത്. അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ശരിക്കും ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തോ ഒരു സങ്കടം പോലെ തോന്നുന്നു കേട്ടാ. 5 കൊല്ലം എന്നിങ്ങനെ പറിച്ചു നട്ട പോലെ ആയി അങ്ങോട്ടേക്ക്. ഒരു ബന്ധവുമില്ല. വണ്ടി ഞാനും എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ മൃദുല, നമ്മൾ രണ്ടാളും കൂടെ 2 വീലറും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന സ്ഥലമാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ അതെല്ലാം ഓർമ്മയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ഏട്ടനോട് പറയുന്നത്, എനിക്കിപ്പൊ ഒറ്റക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്തോ ഒരു പേടിയെന്നല്ല, അങ്ങനെ ശീലമില്ലാത്തോണ്ട് ഇപ്പൊ എന്തോ പോലെ. ഏട്ടൻ പറഞ്ഞു ഞാൻ അവിടെ ഇറക്കാൻ നീ ബാങ്കിൽ പോയിട്ട് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഏട്ടൻ വന്നോന്ന് പറഞ്ഞു. എന്തോ കൊറേ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. ഈ പേടി ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഒരു പീടികയിൽ വരെ ഒറ്റക്ക് പോകുന്നില്ല. അങ്ങനെ മൊത്തം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മൊത്തം നമ്മള് ഒന്ന് ഉൾവലിയെന്ന് പറയുന്നത് സത്യമാണ്. ഇപ്പൊ അങ്ങനെയായി ശരിക്കും. അപ്പൊ നമ്മളിനി വണ്ടി അടങ്ങ് പാർക്ക് ചെയ്തിട്ട് ബാങ്കിലെല്ലാം പോയിട്ട് അതെല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ. നമ്മൾ പാർക്കിങ്ങിൽ എത്തിയേ. ഇങ്ങനെ ഒരു പാർക്കിംഗ് പണ്ട് ഉണ്ടായിട്ടില്ല കേട്ടാ. ഇതുള്ളത് നന്നായി. എന്തായാലും അവനെ വിളിച്ചു ചോദിച്ചത് നന്നായി. ഇല്ലെങ്കിൽ നമ്മള് വണ്ടി എവിടെ വെക്കുമെന്ന് വിചാരിച്ച് നടക്കട്ടെ. ഇതിപ്പം സാറിന് ആശുപത്രിന്റെ അടുത്ത് തന്നെ ഒരു പേ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ സേഫ് ആയിട്ട് നമുക്ക് വെച്ചിട്ട് അങ്ങ് പോവാലോ. അത്യാവശ്യം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് തന്നെയാണ്. നിച്ചൂട്ടി പയ്യന്നൂരെത്തി, നമുക്ക് ഇറങ്ങാം. എവിടെ പോന്നേ? പയ്യന്നൂര് എന്തിനാ വന്നേ? പൈസ എടുക്കാനാ? അമ്മേന്റെ പൈസ എടുക്കാനാ? പൈസ എടുക്കാനല്ലടാ, ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആക്കാൻ വേണ്ടിട്ട് കേട്ടോ. പൈസ ഉണ്ടപ്പ. നമുക്ക് ഇറങ്ങാം. അപ്പൊ നമ്മളെ ബാങ്കിലെ പരിപാടി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ തീർന്നതിന് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുമ്പേ പ്ലാൻ ചെയ്താണ് പയ്യന്നൂർ ടോപ്പ് ഫോമിലെ ബിരിയാണി കഴിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോപ്പ് ഫോമിലെ ബിരിയാണി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും ഏട്ടനോട് പറയലുണ്ട്, എൻ്റെ നാട്ടിലെ ബിരിയാണിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് എനിക്ക് കണ്ണൂർ ഏത് ഹോട്ടലിൽ നിന്നും കിട്ടിയിട്ടില്ല എന്ന് പറയലുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഈ ടോപ്പ് ഫോമിലെ ബിരിയാണിക്കാണ് എപ്പോഴും കിട്ടാറുള്ളത്. പിന്നെ കല്യാണ വീടുകളിലും ഈ ഒരു അതേ ഒരു ടേസ്റ്റാണ് ഉണ്ടാവല്. അങ്ങനെ നമ്മൾ വേഗം ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. ഇനി വണ്ടിയുടെ അടുത്തേക്ക് പോകണം. നിച്ചൂട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നിച്ചൂട്ടി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ സാധാരണ ഉറങ്ങുന്നതല്ലേ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി, ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ വേഗം വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. അങ്ങനെ നമ്മൾ ബാങ്കിൽ നിന്ന് വേഗം സംഭവങ്ങളെല്ലാം പരിപാടിയെല്ലാം തീർന്ന് ഫുഡെല്ലാം കഴിച്ച് നല്ല അടിപൊളി ബിരിയാണി. ഏട്ടാ ബിരിയാണി എങ്ങനെയുണ്ട്? അടിപൊളി. ടോപ്പ് ഫോമിലെ ബിരിയാണി എപ്പോ അടിപൊളി. കണ്ടാ എന്റെ നാട്ടിലെ ബിരിയാണി എന്താ അടിപൊളി ബിരിയാണി. എന്റെ നാട് ഇവിടുന്ന് 10 കിലോമീറ്റർ പോകണം. എന്നാലും പയ്യന്നൂർ തന്നെയാണ് എന്റെ നാട്. അടിപൊളി ബിരിയാണി. ചുട്ടി ജ്യൂസ് കുടിച്ചിനാ? എന്ത് ജ്യൂസാ കുടിച്ചേ? വത്തക്ക ജ്യൂസാ? അച്ഛൻ നാരങ്ങ ജ്യൂസാ? അപ്പൊ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി. നല്ല ബിരിയാണി. എന്റെ അപ്പോ ചൂട് ഒരു രക്ഷയില്ല. കൊറേ നാളായി ഇങ്ങനെ വെയിലത്തെല്ലാം നടന്നിട്ട്. നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ കുറച്ച് അങ്ങോട്ട് നടക്കണം. നട്ടപ്പൊരിയുന്ന വെയിലത്താ നടന്നേ. അപ്പൊ നമ്മള് കല്യാൺ സിൽക്സിൽ വന്നിട്ടുള്ള മോക്കൊരു ഡ്രസ്സ് എടുക്കണം. അത് നമ്മളെല്ലാം ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ നിച്ചൂട്ടിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിട്ടില്ല. കല്യാണം ഉണ്ടല്ലോ നമുക്ക് വരുന്നത്. ഈ ഞായറാഴ്ച കല്യാണമാണ് അച്ഛന്റെ റിലേറ്റീവിന്റെ, ഏട്ടന്റെ ഒരു കസിന്റെ. അപ്പൊ അതിന് വേണ്ടിട്ട് നിച്ചൂട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം അല്ലേ കണ്ണാ? എടുക്കാ? ഓക്കെ. പാവാടിയും കുപ്പായം വേണോ ഉടുപ്പ് വേണോ? നമുക്ക് നോക്കാട്ടെ കിട്ടുമോന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ. പയ്യന്നൂർ കല്യാൺ സിൽക്സിൽ ഞാൻ ഒറ്റൊരു പ്രാവശ്യം കണ്ട് പണ്ട് പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിന് മുന്നേയും അതിന് ശേഷം ഒന്നും പോയിട്ടൊന്നുമില്ല.
കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് കല്യാൺ സിൽക്സിലേക്ക്. 1-2 വട്ടം പയ്യന്നൂർ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട്, പക്ഷേ കല്യാൺ സിൽക്സിൽ വന്നിട്ടില്ല. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പോയ ഉടനെ തന്നെ കുറച്ച് ഫ്രോക്സ് എല്ലാം നോക്കി. ഫ്രോക്കിനെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിച്ചൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമെന്ന്. നിച്ചൂട്ടി കല്യാണത്തിനൊന്നും നല്ല ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുകയേ ഇല്ല. അത് കുറേ എണ്ണം കുറച്ച് പ്രാവശ്യം മാത്രം ഇട്ടിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നല്ല ചൂടും അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല ഹെവി ഉള്ളത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്നാലും കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് അധികം സിമ്പിളായിട്ടുള്ളത് ഇടാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല കോട്ടൻ്റെ എല്ലാം കല്യാണത്തിനല്ലാണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ ഇടാനെല്ലാം നല്ല കളക്ഷൻ ഉണ്ടായിന്, നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. പ്രൈസ് കമ്പാരിറ്റീവ്ലി ഞാൻ എപ്പോഴും വിചാരിക്കൽ കല്യാൺ സിൽക്സിൽ കുറച്ച് അധികമാണ് പൈസ എന്നാണ് ഞാൻ വിചാരിക്കൽ. അധികം തവണ പോയിട്ടില്ല, എന്നാലും അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ഇന്ന് പോയപ്പോൾ നിച്ചൂട്ടീൻ്റെ ഡ്രസ്സിനെല്ലാം ഏകദേശം ബാക്കിയുള്ള ഷോപ്സിലുള്ള അതേ ഒരു പ്രൈസായിട്ടാണ് തോന്നിയത്. അപ്പം ഞാനിങ്ങനെ നടന്നിട്ട് എനിക്ക് ഇങ്ങനെ തോന്നിയ കുറച്ച് ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക, എന്നിട്ട് ഏട്ടനോട് ലാസ്റ്റ് അതിനകത്തുനിന്ന് ഫൈനലൈസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടന് ഇഷ്ടപ്പെട്ടത് ഏട്ടൻ എടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട ഞാനും എടുത്തിട്ട് എല്ലാം കൂടെ വെച്ച് നോക്കിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ലൈറ്റ് കാരണം ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ കണ്ണിങ്ങനെ അസ്വസ്ഥതയാവുന്നുണ്ടാവുമായിരിക്കും. ഇതെല്ലാം നമ്മൾ സിമ്പിളായിട്ടുള്ളതെല്ലാം ഒരു 500 റേഞ്ചിലുള്ളതാണ് കേട്ടോ നോക്കിയത്. മറ്റേ നല്ലൊരു ഡ്രസ്സ് അങ്ങനെ ഫസ്റ്റ് എടുത്തിട്ട് മാറ്റി വെച്ചു. നിച്ചൂട്ടി ആടെയെല്ലാം ഇങ്ങനെ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ നടക്കുമെന്ന്. എന്തെങ്കിലും വേണം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ചോക്ലേറ്റിനൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ടോപ്പ് എന്ന് പറയുന്നത് ഫ്രോക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഷോർട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പണ്ടേ എടുക്കണം എന്ന് ഓർത്തതാണ്, ഇന്ന് അവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. അങ്ങനെ ഒരു ഷോർട്ട്സും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നിച്ചൂട്ടിക്ക് ഡ്രസ്സ് ഇടിയിക്കാൻ വേണ്ടിയിട്ടെല്ലാം ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ അവിടുന്ന് ഭയങ്കര ബഹളമായിരുന്നു. ഡ്രസ്സ് വേഗം അഴിക്കാൻ വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടാൻ വിടും വേഗം എന്ന്. പിന്നെ വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉടുപ്പിടാൻ വിട്ടിട്ടില്ല. പക്ഷേ ഈ ഷോർട്ട്സ് എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇടാൻ വിടുകയും ചെയ്തു. ഇട്ടോ ജീൻസും പാൻറ്റ്, ജീൻസിൻ്റെ ഷോർട്ട്സ്, ടീഷർട്ട്, അതെല്ലാമാണ് നിച്ചൂട്ടിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ. അതെല്ലാം എത്ര വേണമെങ്കിലും ട്രൈ ചെയ്യാൻ വിടുകയും ചെയ്യും. അങ്ങനെ ഷോർട്ട്സും ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ട് നോക്കി. അത് നല്ല രസമുണ്ടായിന് കാണാൻ. ആ ക്രോപ്പ് ടോപ്പ് തിരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ശരിക്കും അങ്ങനെയല്ല ഇടണ്ടേ. ഏട്ടൻ ഇട്ട് കൊടുത്തപ്പോൾ തിരിഞ്ഞു പോയി. എന്നാലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതങ്ങനെ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഏതെല്ലാമാണ് ഫൈനലി എടുത്തതെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം ഏതൊക്കെയാണ് എടുത്തതെന്നുള്ളത്. കുറച്ചെണ്ണം മാറ്റി വെച്ചതെല്ലാം നോക്കി എടുക്കുന്നുണ്ട്. ഇനി അതിനകത്തുനിന്ന് ഫൈനലൈസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കണം. നമുക്ക് എടുത്തു തന്ന ചേച്ചി നല്ല ചേച്ചിയായിരുന്നു കേട്ടോ. നല്ല സപ്പോർട്ടായിരുന്നു. ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ എനിക്ക് അങ്ങനെയുള്ള സെയിൽസ് ഗേൾസ് ആയിട്ട് ഉണ്ടാകുന്ന അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. ചിലവരൊന്നും മിണ്ടൂലല്ലോ, നമ്മളോട് അധികം അങ്ങനെ സംസാരിക്കൊന്നുമില്ലല്ലോ. നല്ലോണം വർത്താനം പറയുന്നവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ അടുത്ത് നിന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്തിട്ട് താഴെ ഇറങ്ങിയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എവിടെ തിരക്കില്ല കേട്ടോ. നമ്മൾ എവിടെ പോയടത്തും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഫുഡ് കഴിക്കാനാണെങ്കിലും ഇപ്പം കല്യാൺ സിൽക്സിലാണെങ്കിലും എവിടെയും തീരെ തിരക്കില്ല. അപ്പോൾ നമ്മൾ പൈസയൊക്കെ കൊടുക്കട്ടെ, എന്നിട്ട് ഇവിടുന്ന് വിടാം. കല്യാൺ സിൽക്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ ഫാൻസി ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് 1-2 സാധനങ്ങൾ ഫാൻസിയിൽ നിന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതേതായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം തന്നെ ഒരു ചോക്കർ നോക്കി. എനിക്ക് അധികം ചോക്കറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് ഞാൻ, പക്ഷെ അധികം ട്രൈ ചെയ്തിട്ടില്ല. ഒറ്റൊന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞ ഒരു ഓണത്തിൻ്റെ ഒക്കെ സമയത്ത് അത് ഞാൻ ഒരു സെറ്റ് സാരീൻ്റെ കൂടി ഇട്ടിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എയർ ഫ്രയറിൻ്റെ ആ ഒരു വീഡിയോ അപ്പം അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു. ഈ ഫാൻസിയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം അവിടെ നിന്ന് എനിക്ക് കാണിക്കാൻ വിട്ടുപോയി എന്തെല്ലാം എടുക്കുന്നതെന്നുള്ളത്. പക്ഷേ ആ ഫാൻസി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം എല്ലാം നല്ല കളക്ഷൻസൊക്കെ ഉള്ള ഫാൻസി ആയിരുന്നു. ഈ ഫാൻസീൻ്റെ പ്രൊമോഷനൊന്നുമല്ല, പോയ സ്ഥിതിക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവം ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നിച്ചൂട്ടി ഓരോന്നെല്ലാം നോക്കി നടന്നിട്ട് അമ്മ ഏതാ വേണ്ടേ, ഇതാണോ വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിച്ചുവിന് ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ തൊടും പക്ഷെ എടുക്കൂല കേട്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ വളയൊക്കെ ഞാൻ വളയിടൽ ഭയങ്കര കുറവാണ്. ഇങ്ങനത്തെ കളറ് വളയൊന്നും ഇടലേ ഇല്ല. എന്നാൽ ഒന്ന് ജസ്റ്റ് കുറച്ചെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ സെറ്റായിട്ട് 12 എണ്ണം അങ്ങനത്തെ സെറ്റായിട്ടല്ലേ ഇതെല്ലാം കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ 12 എണ്ണം ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇടൂല, വേസ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ അത് മേടിക്കാൻ നിന്നിട്ടില്ല. വെറുതെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റിന് മേടിച്ചിട്ട് വെറുതെ പൈസ കളയണ്ടല്ലോ. പിന്നെ ഇട്ടിട്ടെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആയില്ലേ. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങ് വിട്ട്.
പിന്നെ കമ്മലിൻ്റെ സെക്ഷനിലേക്ക് പോയാൽ പിന്നെ കൺട്രോൾ പോകും കേട്ടോ. കമ്മലാണല്ലോ മാറി മാറി നമ്മൾ ഓരോ ഡ്രസ്സിനെല്ലാം ഇടുക. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടേനു. പൈസയും വലിയ പൈസ അങ്ങനെ ഇല്ലയെന്ന് തോന്നി. സാധാരണ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവില്ല, എന്നാലും അത് അധികം ഇല്ലയെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു യെല്ലോ കമ്മൽ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് യെല്ലോ കമ്മലാണ് ഫസ്റ്റ് തന്നെ നോക്കിയത്. കുറച്ച് യെല്ലോ കമ്മലിന് ഇഷ്ടപ്പെട്ട ഒരു യെല്ലോ കമ്മൽ അങ്ങനെ സെലക്ട് ചെയ്തു. പിന്നെയും കുറച്ച് 2-3 കമ്മലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതും അങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് എടുക്കുമ്പോൾ ഏട്ടനോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കും കേട്ടോ. ചിലതെല്ലാം ഏട്ടൻ നമ്മൾ മറ്റേ റീലിലൊക്കെ കാണുന്ന പോലെ ഏട്ടൻ ഇതാ നല്ലത് പറഞ്ഞാലും മറ്റേതായിരിക്കും എടുക്കുന്നുണ്ടാവുക. എന്നാലും ഏട്ടനോട് ഇങ്ങനെ അഭിപ്രായം ചോദിക്കും, ഏട്ടാ ഇത് വേണോ ഇത് വേണോ, ആ ഡ്രസ്സിന് ഇതാണോ രസം ഉണ്ടാവുക. ഏട്ടൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമില്ല എടുത്തോ, നീ നോക്കിയിട്ട് എടുത്തോ എന്ന് പറഞ്ഞാലും എനിക്കൊരു തൃപ്തി ആവില്ല. ഡ്രസ്സാണെങ്കിലും ഇതാണെങ്കിലും എല്ലാം അഭിപ്രായം ചോദിക്കണം എനിക്ക്, ഏതാ രസം എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ പറയുകയും ചെയ്യും കേട്ടോ ഇതാണ് രസം എന്നുള്ളത്. ചിലപ്പം ഏട്ടൻ പറയുന്നത് തന്നെ കറക്റ്റായിട്ട് അങ്ങനെ എടുക്കും. ചില സമയത്ത് എൻ്റെ മനസ്സിൽ മറ്റേത് ഉണ്ടാവും, എന്നാലും വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് അങ്ങനെ ചോദിക്കുകയും ചെയ്യും. എന്നൊരു ഏട്ടൻ അതിൽ കലമ്പ് കിട്ടും, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നാലും അതൊരു രസമാണ് അങ്ങനെ ചോദിച്ചിട്ട് സമ്മതം ചോദിച്ചിട്ട് എടുക്കുക എന്നുള്ളത്. ഒരു മയിലിൻ്റെ കമ്മലുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം ഏതെല്ലാമെന്നുള്ളത്. ചൂട്ടി ആളിലേക്ക് കൂടെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ആ ഫാൻസിയിലും ആരും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സമാധാനപരമായിട്ട് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റി. നല്ല തിരക്കെല്ലാം പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ സംഭവബഹുലമായ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നിച്ചുട്ടിക്ക് പ്രതീക്ഷിക്കാത്തതിലും കൂടുതൽ ഡ്രസ്സ് എടുത്തു. നിച്ചുട്ടിക്ക് ഇങ്ങനെ നല്ല ഡ്രസ്സ് പുറത്ത് പോകുമ്പോൾ സിമ്പിളായിട്ട് ഇടാൻ ഡ്രസ്സൊന്നും ഇല്ല. ഇപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ളതുണ്ട്, നോക്കണം കേട്ടോ ശ്രദ്ധിച്ച്. ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, പക്ഷെ സിമ്പിൾ ആയിട്ട് ഇടുന്ന പുറത്തൊന്നും പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സെല്ലാം കുറച്ചെല്ലാം മോശമായി, പിന്നെ കുറച്ചെല്ലാം ചെറുതാവുകയെല്ലാം ചെയ്തില്ലേ, അതുകൊണ്ട് കുറച്ച് 2-3 എടുത്തതാണേ. അല്ലേ കണ്ണാ? ഇഷ്ടായിനാ? ഷോർട്സ് ആ ട്രൗസറും കുപ്പായും ഇഷ്ടായിനാ? ഇഷ്ടായിനി. അങ്ങനത്തതല്ല നിച്ചുവിന് ഇഷ്ടം. ജീൻസ് പാന്റും കുപ്പായും ട്രൗസറും കുപ്പായും. ഉടുപ്പൊന്നും പെണ്ണിന് ഇഷ്ടേ അല്ല. ഉടുപ്പ് കാണുമ്പോ തുടങ്ങും ബഹളാക്കാൻ വേണ്ടിട്ടേ. അച്ഛന്റെ മോൾ തന്നെയാണ് ഡ്രസ്സിന്റെ കാര്യത്തില്. ഇങ്ങനെ കിട്ടിയതെടുത്തിട്ടിച്ച് വീട്ടിലുള്ള ഡ്രസ്സിൽ തന്നെ പോകാൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷം. പക്ഷെ വലുതാകുമ്പോ കാണാം, വലുതാകുമ്പോ മുടിപ്പിക്കും. ഇപ്പൊ ഡ്രസ് സെൻസ് ഇല്ലെങ്കിൽ വലുതാകുമ്പോ ഉണ്ടാവല്ലേ ചുട്ടി? അതുകൊണ്ട് ഇഷ്ടല്ല. നമുക്ക് പോവാന്നല്ലേ പാപ്പിന് ശരിക്ക്? പിന്നെ അടുത്തേക്കാ പോണ്ടേ? കോറത്ത അച്ഛൻ്റെ അടുത്താ. അപ്പൊ അച്ഛൻ പണിയെടുക്കുന്ന ഷോപ്പ് ഇവിടെയാണേ. അച്ഛൻ പോയോന്ന് അറിയില്ല, ഒന്ന് നോക്കട്ടെ, പോയിട്ട് ഷോപ്പിലുണ്ടോന്ന് ഒന്ന് നോക്കട്ടെ. അപ്പൊ അച്ഛൻ ഏകദേശം അച്ഛൻ്റെ പണിയെല്ലാം കഴിയാൻ പോകുന്ന സമയത്താണ് നമ്മളവിടെ എത്തിയത്. അതുകൊണ്ട് ആ എൻഡിങ്ങിലായതുകൊണ്ട് നല്ല തിരക്കുള്ള സമയമായിരുന്നു. അതുകൊണ്ട് അധികം വർത്താനം പറഞ്ഞിട്ടില്ല, കുറച്ചു നേരം നിന്ന് വർത്താനെല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനി അച്ഛൻ വീട്ടിലേക്ക് അല്ല പോകുന്നത്, അതാ നമ്മൾ വീട്ടിലേക്ക് കോറത്തേക്ക് പോവാൻ. അച്ഛൻ അന്തമ്മേൻ്റെ അങ്ങോട്ടേക്ക് പോകണം, കൊടക്കാട്ടേക്ക് പോകണം. അവിടെ കുറച്ച് പണിയെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് പിന്നെ രാത്രി ആകുമ്പോൾ തിരിച്ച് കോറത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ കോറത്തേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പാപ്പനശ്ശേരിക്ക് തന്നെ പോവുകയാണ്. നിച്ചൂട്ടി അപ്പാടെ ഉറങ്ങുകയും ചെയ്തു, വണ്ടിയിൽ നല്ല ഉറക്കമാണ്. ഇനി വീട്ടിലെത്തിച്ച് കാണാം കേട്ടോ. അപ്പൊ നമ്മള് നേരത്തെ എത്തിയേ, ഒരു 3 മണി 3:15 ആകുമ്പോ എത്തിയിനി. എന്നിട്ട് പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എല്ലാം എടുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സന്ധ്യയല്ല 7:30-8 മണി എങ്ങാനായിട്ടുണ്ട് സമയം. അപ്പൊ ഞാൻ വിചാരിച്ചു നിച്ചൂട്ടിക്ക് വാങ്ങിയ ഡ്രസ്സെല്ലാം ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അതെല്ലാം കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അതെല്ലാം ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. കാണിച്ചു കൊടുക്കാൻ കണ്ണാ? W ഇരിക്കല്ല, എല്ലാ ആന്റിമാരും നിച്ചുവിന് ചീത്ത പറയും W ഇരുന്നാല്. കാല് നേരെ വെച്ചോട്ടെ. ഓക്കെ, ഗുഡ് ഗേൾ. അപ്പൊ നിച്ചൂട്ടിന്റെ ഡ്രസ്സ് കാണിച്ചു തരേ. ആദ്യം നമ്മൾ എടുത്തത് ഇതാ ഈ ഒരു ഡ്രസ്സാണ്. ഇതെല്ലാം ഇവിടെ വന്നതിന് ശേഷം ഇട്ട് നോക്കി പിച്ചുട്ടാ. ഞാൻ എന്തല്ലോ തട്ടിപ്പ് പറഞ്ഞ് ഇത് മാളു ചേച്ചിയാണെന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഇട്ട് നോക്കി. ആടന്ന് ഇടാൻ കൂട്ടാക്കിയിട്ടേ ഇല്ല. കുഞ്ഞൂസേ ആയിട്ടില്ല, നിച്ചു കളിച്ചോണ്ടിരിക്കുന്നു ഇവിടെ എല്ലാ സാധനവും വാരി വലിച്ചിട്ടിച്ച്. അപ്പൊ ഇതാ ഈ ഒരു ഡ്രസ്സ് നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിട്ട് വാങ്ങിയതാണ്. ഇതാണ് ഒരു ഡ്രസ്സ്. ഇട്ട് നോക്കിയിട്ട് കറക്റ്റ് തന്നെയാണ്. കുറച്ചൊരു ലൂസാവുന്ന രീതിക്കാണ് വാങ്ങിച്ചത്. നല്ല ടൈറ്റ് ആയ പിന്നെ പിള്ളേർക്ക് വേഗം ചെറുതാവുമല്ലോ, അതുകൊണ്ട് നല്ല രസമുണ്ട്. കല്യാൺ സിൽക്സ് നമ്മൾ പോയത്, നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിനാടെ. പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വാങ്ങി. ഇത് ഏട്ടന് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നിച്ചിന് ഇട്ടിച്ച് നല്ല ഉണ്ട്, നല്ല കംഫർട്ടുമാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാനും
ഇടാനും എല്ലാം നല്ല കംഫർട്ടാണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ്. ഇതിന്റെ സ്ലീവ് എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനത്തെ കുഞ്ഞ് സ്ലീവ് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഹെവി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്ലീവിനേക്കാളും ഇങ്ങനെ കുട്ടി സ്ലീവ് എല്ലാം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നല്ല രസമുണ്ട്. ഇനി പൈസ വെറുതെ പറയണം. ഇതിനൊരു 900, ഇതിന് 900 ആണ്, ഇതിന് 500 കേട്ടോ, ഇതിന് 500. പിന്നെ നിച്ചുവിന് നമ്മൾ അന്നേ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാണ് ജീൻസിന്റെ ഈ ഒരു ഷോർട്സ്. അപ്പൊ ഇതിന് 500 ആണ്. അപ്പൊ ഇത് ഇന്ന് ഏതായാലും അവിടെ കണ്ടപ്പോ അങ്ങനെ വാങ്ങിക്കാന്ന് വിചാരിച്ചു. അന്നേ വിചാരിച്ചാണ് ഷോർട്സ്, പാന്റ് ഓൾറെഡി ഉണ്ട്, ഷോർട്സ് വാങ്ങിക്കണമെന്ന്. അപ്പൊ ഇതാ ഈ ഒരു ഷോർട്സ് വാങ്ങി. പിന്നെ ആ ഷോർട്സിന് ഒരു ക്രോപ്പ് ടോപ്പ് വാങ്ങി. ഇതാ ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആ ഷോർട്സിന് വാങ്ങിച്ചതാണ്. ഇതിന് എത്ര പൈസ? 299. പിള്ളേരതിന് ഡ്രസ്സിന് നമ്മൾ മേടിച്ചാകുമ്പം പൈസ അങ്ങനെ കൂടി വരുമോ. നമ്മള് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ഇട്ട് കൊടുക്കാനും എല്ലാം. പിന്നെ പൈസ കൂടി നല്ലോണം പൈസ ഉണ്ടാവുമല്ലോ പിള്ളേരുടെ ഡ്രസ്സിന്. പക്ഷെ നിച്ചുവിന് ഇപ്പൊ അധികം ഇല്ല ഇടേണ്ട. ആ ഒരു റണ്ണിങ്ങിലായിട്ടുള്ളതെല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും ഇന്ന് വാങ്ങിക്കാൻ വിചാരിച്ചത്. പിന്നെ 2 ടീഷർട്ട്, ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റിയ 2 ടീഷർട്ട്, ഒരു വയലറ്റ് ഷെയ്ഡും ഒരു പീകോക്ക് ബ്ലൂ ഒരു ഷെയ്ഡിലുള്ളത്. ഇതിന് എത്രയാണ്? ഇതിന് 199, 200, 200 തന്നെ 2 എണ്ണം. അപ്പൊ ഇത്രയും ഡ്രസ്സാണ് കല്യാൺ സിൽക്സ് എന്ന് വാങ്ങിച്ചിട്ടുള്ളത്. നിച്ചുന് ഏതാ ഏറ്റവും ഇഷ്ടമായ പറ? ഏതാ? ഈ വയലറ്റാ? പിന്നെ ഇത് ഇഷ്ടായിട്ടില്ലേ? ഇഷ്ടായിട്ടില്ല? ഇതിന് പാന്റ് ഇതന്നെ, ജീൻസ് പാന്റ് നിച്ചിന് ഓൾറെഡി ഉണ്ടല്ലോ, അതുകൊണ്ട് അത് ഇടാം കേട്ടോ. നമുക്ക് രസമുണ്ടല്ലേ ഈ ഷോർട്സ് എല്ലാം ഇട്ടിച്ച്, നല്ല രസമുണ്ടായി. അപ്പൊ ഇത്രയാണ് വാങ്ങിയത്. പിന്നെ നമ്മളൊരു ഫാൻസി കയറി ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ? അപ്പൊ ആടുന്ന് വാങ്ങിയതും ഒന്ന് കാണിച്ചു തരേ. ആടുന്ന് ഒരു ചോക്കറും പിന്നെ ഒരു 2-3 കമ്മലും മാത്രമേ വാങ്ങിക്കൂ, വേറെ ഒന്നും വാങ്ങിക്കാം. അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ടായ ഒരു ഫാൻസിയാണ്. ഇത് ജിംകി എന്നാറ്റ പേരുള്ള ഈ ഒരു യെല്ലോ കമ്മല് നല്ലുണ്ട് കാണാൻ. കമ്മലിന്റെ കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടുത്ത കമ്മലിന്റെ കളക്ഷൻ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ ഈ ഒരു കമ്മലാണ്. ഇത് കണ്ടോ, ഇത് എടുത്തുനിന്ന് കണ്ടോ, ഇത് ഫുള്ള് മയിൽപ്പീലി. ഈ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇത് ക്ലിയർ ഉണ്ടാവുമോന്ന് അറിയില്ല. മയിലിന്റെ കണ്ണ്, ഒരു കണ്ണ് പോലെ മയിലാണ്, ഫുള്ള് മയിൽപ്പീലിന്റെ കുഞ്ഞു ഇതായിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കാണാൻ. ഈ യെല്ലോ അതുപോലെ പിന്നെ ഈ ഒരു കമ്മൽ ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. ഇതാ ഇതിന്റെ കളറ് ആക്ച്വലി ഇതിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, കുറച്ച് മാറ്റമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ ആ 3 കമ്മലും പിന്നെ ഒരു ചോക്കർ. ഇതാ ഇത് കാണുമ്പോൾ ഏട്ടന് ഭ്രാന്ത് പിടിക്കുക. ചോക്കർ ചില ഡ്രസ്സിനെല്ലാം നമുക്ക് ചോക്കർ ഇട്ടാൽ നല്ല ഡ്രസ്സില്ല, പക്ഷെ ഏട്ടന് ഇഷ്ടമല്ല. ഏട്ടൻ പറയും ഇതെന്നാന്ന് നായി പട്ട കെട്ടിയ പോലെ, ഇങ്ങനെ കഴുത്തിന് നായിക്ക് പട്ട കെട്ടിയ പോലെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എപ്പോഴും കളിയാക്കും. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ് ചില ഡ്രസ്സിനെല്ലാം ഇടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ്. ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള ഒരു ചോക്കർ. അതിന് അതിന്റെ പേരായിട്ട് അതേ സെയിം ഉള്ള 2 കമ്മലും ഉണ്ട്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഫാൻസിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. ഇത്ര പോലെ സാധനം മേടിച്ചതിന്റെ ബില്ല് കണ്ട, ഇത്രയും വലിയ ബില്ലാണ്. അപ്പൊ അത്ര പോലെ ആയിട്ടുണ്ട് പൈസ. ഇത്ര നീളത്തിലുള്ള ബില്ലാ തരുക ഫാൻസിൻ്റെതും. ഫാൻസി പക്ഷെ കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി കേട്ടോ എനിക്ക്. ഈ ഒരു ഫാൻസി കുറച്ച് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി. സാധാരണ ഇങ്ങനത്തെ കമ്മലിനെല്ലാം നമ്മൾ കണ്ണൂരിൽ നിന്നെല്ലാം വാങ്ങിക്കുമ്പോൾ നല്ല ഇതിനേക്കാളും റേറ്റ് ഉണ്ടാവലുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഇഷ്ടമായി. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞു ഷോപ്പിങ്ങിൽ വാങ്ങിച്ചത്. മെയിനായിട്ട് ബാങ്കിൽ പോയതുകൊണ്ട് ഇനി ഈ ഒരു ഫാൻസി ഞാൻ അന്നേ നോക്കി വെച്ചു, ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കല്യാൺ സിൽക്സിന്റെ ഓപ്പോസിറ്റ് തന്നെ ആയതുകൊണ്ട് അങ്ങനെ പോയിട്ട് വാങ്ങിയതാണ്. അപ്പൊ നിങ്ങൾക്ക് നിച്ചുട്ടിന്റെ ഏത് ഡ്രസ്സാണ് ഇഷ്ടമായെന്ന് പറയണേ. പിങ്ക് ആണോ, അല്ല ഈ ഡ്രസ്സാണോ, അല്ല ഷോർട്സും ബനിയനും ആണോ നിച്ചുട്ടി ഇട്ടാൽ ഇഷ്ടമുണ്ടാവുക, ഏതാ ഇഷ്ടമായി എന്നുള്ളത് പറയണം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അടുത്ത ദിവസം മിക്കവാറും കല്യാണത്തിന് പോകുന്ന വീഡിയോസ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.